Welcome to Arcade Stories. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് ചെയ്തേക്കണേ. താളം ഭാഗം 73. ചെറിയമ്മായി കൊടുത്തയച്ച ഭക്ഷണവും രണ്ട് അമ്മമാർക്കും ദേവികവും എടുക്കാനുള്ള വസ്ത്രങ്ങളുമായി രമേശൻ കാലത്ത് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തി. 11 മണിയോടടുപ്പിച്ച് ദേവിയെയും കുഞ്ഞിനെയും മുറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ കൂടാതെ കാശിയപ്പനുണ്ടായിരുന്നു അവിടെ. കൊച്ചിനുള്ള കുഞ്ഞുടുപ്പുകളും സോപ്പും പൗഡറും ഒക്കെ ആയിട്ടായിരുന്നു ആശാന്റെ വരവ്. കട്ടിലിലേക്ക് കിടത്തിയ ദേവിയുടെ അടുത്തേക്ക് നേഴ്സ് കുഞ്ഞിനെ കിടത്തിയപ്പോ കുഞ്ഞിക്കണ്ണുകൾ ചെമ്മി മയക്കുന്ന ആ മുഖത്തേക്ക് സ്നേഹവും വാത്സല്യവും നിറഞ്ഞ മനസ്സോടെ നോക്കിക്കൊണ്ട് രമേശൻ കട്ടിലേക്കിരുന്നു. ദേവിയുടെ കണ്ണുകളിൽ സ്നേഹവും അഭിമാനവും തിളങ്ങി നിന്നു. അവളുടെ മുടിയിലൊന്ന് തലോടിയിട്ട് രമേശൻ കുഞ്ഞിന്റെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. മീശരോമങ്ങൾ ഇളമേനിയിൽ ഉരഞ്ഞതിന്റെ അസ്വസ്ഥതയോടെ കുഞ്ഞൊന്ന് ചിണുങ്ങി. ദേവി കൈയതിച്ച് കുഞ്ഞിന്റെ തുടയിൽ മെല്ലെ താളം പിടിച്ചു. കുഞ്ഞിനെ കണ്ടതിന് ശേഷം കൊണ്ടുവന്ന സമ്മാനങ്ങളെല്ലാം രമേശനെ ഏൽപ്പിച്ചിട്ട് കാശിയപ്പൻ യാത്ര പറഞ്ഞിറങ്ങിയപ്പോ രമേശൻ വാതിൽക്കൽ വരെ ചെന്നു. വാതിൽക്കലോളം എത്തിയ കാശിയപ്പൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, കുഞ്ഞിനെ കണ്ടപ്പോ നിനക്ക് സന്തോഷമായില്ലേ? ഒരുപാട്. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാ കാശിയപ്പൂപ്പ മനസ്സില്. ഇനിയങ്ങോട്ട് മോളുടെ നൂലുകെട്ട്, പേരിടല്, ചോറൂണ്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാ ഓർക്കാനുള്ളത്. നല്ലത്. കാശിയപ്പൂപ്പൻ അവന്റെ തോളിൽ മെല്ലവും തട്ടി. ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരാൾ നിന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആരാണെന്നറിയോ നിനക്ക്? രമേശൻ ആശയക്കുഴപ്പത്തോടെ കാശിയപ്പനെ നോക്കി. നിന്റെ അച്ഛൻ കൃഷ്ണൻകുട്ടി മാരാര്. രമേശന്റെ മുഖം കുനിഞ്ഞു. ഇന്ന് നിന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്ന അതേ സ്നേഹവും സന്തോഷവുമാണ് അന്ന് അങ്ങേരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത്. ആ മനുഷ്യനെയാ അളിയന്റെ വാക്കും കേട്ട് നീ കടയിൽ നിന്ന് ഇറക്കി വിട്ടത്. ചെയ്തുപോയ തെറ്റിന്റെ വേദന അവന്റെ കണ്ണുകളിൽ ഉരുണ്ടുകൂടി പെയ്യാൻ തുടിച്ചു നിന്നു. കാശിയപ്പൻ അവന്റെ തോളിൽ പതുക്കെ ഒന്ന് തട്ടി. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ അന്ന് ഇറങ്ങിപ്പോയപ്പോഴേ അച്ഛന്റെ മനസ്സിലുണ്ടായ വേദന എന്തെന്ന് നീ അറിഞ്ഞിരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ കാശിയപ്പൻ തിരിഞ്ഞു നടന്നു. മുണ്ടിന്റെ കോന്തല ഉയർത്തി കണ്ണുകൾ തുടച്ചിട്ട് രമേശൻ തിരികെ മുറിക്കകത്തേക്ക് കയറി. അകത്ത് വിലാസിനിയും കൗമുദിയും ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. കട്ടിലേക്ക് വന്നിരുന്ന് കുഞ്ഞിനെ തലോടിയ രമേശന്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് കണ്ട് ദേവി ആശങ്കയുടെ പുരികങ്ങൾ ഉയർത്തി അവനെ നോക്കി. ഒന്നുമില്ലെന്ന് കണ്ണുകൾ ചിമ്മി കാട്ടിയിട്ട് അവൻ കുഞ്ഞിന്റെ കവിളുകളിൽ വീണ്ടും ചുണ്ടുകൾ അമർത്തി. ഉറക്കം മുറിഞ്ഞതിന്റെ അലോസരത്തോടെ കുഞ്ഞിച്ചുണ്ടുകൾ പിളർന്നു. ഒരു വിതുമ്പലിൽ ആ ചുണ്ടുകൾ വിറച്ചു. ഇട്ടിരുന്ന നൈറ്റിയുടെ കുടുക്കുകൾ അയച്ച് കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രമിക്കുന്ന ദേവിയുടെ കവിളിലും അമ്മമാരുടെ കണ്ണും പിടിച്ച് അവന്റെ ചുണ്ടുകൾ അമർന്നു. അരമണിക്കൂറും കൂടി കഴിഞ്ഞപ്പോഴേക്കും സേതുവും റോസും അവരോടൊപ്പം ശങ്കരന്മാരാരും ചെറിയമ്മാവനും ചെറിയമ്മായിയും ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്നു ഒരു പുതിക്കെട്ട്. റോസ് വന്ന പാടെ കട്ടിലേക്ക് കയറിയിരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കലായി. ശങ്കരന്മാരും ചെറിയമ്മാവനും കൂടി കുഞ്ഞ് ജനിച്ച സമയവും നാളുമൊക്കെ രമേശനോട് സംസാരിക്കുകയായിരുന്നു. വിരൽ ഞൊടിച്ചും ചൂളം വിളിച്ചും കുഞ്ഞിന്റെ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിക്കുന്നവളെ സേതു കൗതുകത്തോടെ നോക്കി നിന്നു. ചെറിയമ്മായി കുഞ്ഞിനെ എടുത്ത് അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. കൈവിരല് കൊണ്ട് അവൾ ആ കുഞ്ഞു വിരലുകളിൽ തലോടിയപ്പോ കുഞ്ഞ് ആ വിരലിൽ പിടിമുറുക്കി. അവൾ തിരിഞ്ഞ് സേതുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ആ കാഴ്ച കാണിച്ചു കൊടുത്തു. അവളുടെ അടുത്തേക്ക് ചെന്ന സേതു കുഞ്ഞിന്റെ മുടിച്ചുരുളുകളിൽ തലോടി. ഇങ്ങനെ വല്ലവന്റെയും കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചാൽ മാത്രം പോരാ, സ്വന്തമായിട്ട് ഒരെണ്ണത്തിനെ കൂടി ഉണ്ടാക്കാൻ നോക്കണം രണ്ടാളും കൂടി. പിന്നിൽ നിന്നും ചെറിയമായി പറഞ്ഞപ്പോ സേതു ചമ്മലോടെ ചിരിച്ചു. ഉറുമ്പ് നിറഞ്ഞ കണ്ണുകളോടെ റോസ് അവനെ നോക്കുമ്പോഴാണ് വാതിൽ തുറന്ന് പ്രവീണും യാമിയും അകത്തേക്ക് കയറി വന്നത്. അവർക്ക് പിന്നാലെ പ്രദീപും ശ്രീമോളും മിനിയും കാർത്തികേയനും കൂടി കയറി വന്നു. അതെ വന്നല്ലോ അടുത്ത ആൾക്കാര്. ശ്രീമോളെയും യാമിയെയും അർത്ഥവത്തായി നോക്കിക്കൊണ്ട് ചെറിയമായി പറയുമ്പോ ദേവി കിടന്നിരുന്ന കട്ടിലിനടുത്തേക്ക് ചെന്ന മിനി കയ്യിലിരുന്ന പൊതി കൗമുദിയെ ഏൽപ്പിച്ചിട്ട് റോസിന്റെ മടിയിൽ നിന്നും കുഞ്ഞിനെടുത്തു. പുള്ളിക്കാരിയുടെ അടുത്തേക്ക് നടക്കാൻ പോയ ശ്രീമോളെ ചെറിയമായി പിടിച്ചു നിർത്തി. മോൾക്കിപ്പോ ഇത് എത്ര മാസമാണ്? 3. മറുപടി പറഞ്ഞിട്ട് അവൾ കുഞ്ഞിനെ കാണാൻ ധൃതി പിടിച്ച് ആ അടുത്തേക്ക് ചെന്നു. കൂടെ യാമിയും ചെന്നപ്പോ ചെറിയമ്മായി പ്രവീണിനെ പിടിച്ചു നിർത്തി. ഇന്നലെ നിന്റെ പ്രതിജ്ഞയുടെ കാര്യം എന്തായി? ചെറിയമ്മയുടെ ചോദ്യം കേട്ട് മിനിയും കാർത്തികേയനും കാര്യമറിയാതെ കണ്ണുപിഴിച്ചു.
ബാക്കിയുള്ളവർ അടക്കി ചിരിച്ചും ചിരി അമർത്തിയും നിന്നപ്പോ യാമി വിളറിയ മുഖത്തോടെ റോസിനെ നോക്കി. റോസ് അവളെ നോക്കി കണ്ണിറുക്കി. എന്തോന്നാ പ്രതിജ്ഞ? മകൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു കാണുമെന്ന് ഉറപ്പുണ്ടായിരുന്ന മിനി എടുത്ത് ചോദിച്ചു. ഓ, അതൊന്നുമില്ലമ്മേ. മറ്റാരെങ്കിലും പറയും മുന്നേ പ്രവീൺ ചാടിക്കയറി പറഞ്ഞു. ഈ വിളവെടുപ്പിനെ കുറിച്ച് ഇന്നലെ ചെറിയൊരു തർക്കമുണ്ടായി. വിത്തിറക്കുന്നവർക്ക് മാത്രമേ മോഡല് കാണാൻ സാധിക്കൂ അത്രേ. എന്നാ പിന്നെ വിത്തിറക്കിയിട്ടേ അടുത്ത കൊല്ലം സ്വന്തമായിട്ടൊരു മോഡൽ ഉണ്ടാക്കുമെന്ന് ഞാനും. അത്രേ ഉള്ളൂ. എന്തോന്ന്? കാര്യം മനസ്സിലാവാതെ മിനി മുഖം ചുളിച്ചപ്പോ യാമി ദൈന്യതയോടെ നോക്കിക്കൊണ്ട് അമ്മയുടെ കയ്യിൽ കയറി പിടിച്ചു. അതോടെ കുഴഞ്ഞ കാര്യമെന്തോ ആണെന്ന് മനസ്സിലാക്കിയ മിനി വാ പൂട്ടി. വൈകുന്നേരം എപ്പോഴാ പുതുശ്ശേരിയിലേക്ക് പോകുന്നേ? വിഷയം മാറ്റാനെന്നോണം കൗമുദി ചോദിച്ചു. അവിടെ ഇപ്പോ 5 മണി തൊട്ടാണേ റിസപ്ഷൻ പറഞ്ഞിരിക്കുന്നേ. അപ്പോ ഇവിടുന്ന് ഒരു 3:30 ഇറങ്ങാന്ന് കരുതുന്നു, ശങ്കരന്മാരാർ പറഞ്ഞു. രമേശനും കുഞ്ഞോളും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പോകാനാ തീരുമാനം. വൃശ്ചികയ്ക്ക് ഇന്നലെ വന്ന് കുഞ്ഞിനെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ദിവസമായിട്ട് ആശുപത്രിയിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ അവള് കയറാതിരുന്നേ. മിക്കവാറും നാളെ കാലത്ത് അവള് രഘുവിനെയും കൂട്ടി വരാൻ സാധ്യതയുണ്ട്. റോസും യാമിയും ശ്രീമോളും അപ്പോൾ കുഞ്ഞിനെ കളിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. വൈകുന്നേരം ചെറിയമ്മയോടൊപ്പം രമേശൻ രാത്രിയത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുവരാൻ പോയ സമയത്ത് കൗമുദി താഴെ മരുന്ന് വാങ്ങാൻ പോയപ്പോ ദേവിയെ തനിച്ച് കിട്ടിയ വിലാസിനി കുറച്ചു നാളായി അവളോട് ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ചോദിക്കാൻ വട്ടം കൂട്ടി. കുഞ്ഞ് ആ സമയം ഉറക്കത്തിലായിരുന്നു. അമ്മയുടെ മുരടനക്കം ശ്രദ്ധിച്ച ദേവി നെറ്റി ചുളിച്ചു. എന്താ അമ്മേ? അവൾ ചോദിച്ചു. എടി വാരിയിടത്തെ ആ ചെറിയ ചെറുക്കനെ ഇനി വരില്ലെന്നും പറഞ്ഞ് തന്നെ ഞാൻ ഇറങ്ങിപ്പോയേ. ആരോടും ഒന്നും പറഞ്ഞൊന്നുമില്ല അമ്മ. അവന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലവും കടയും ഒക്കെ വിറ്റിട്ടാ പോയെ. അപ്പോ ഇനി ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. അത്രയും സമാധാനം. അവൻ വന്നാൽ അമ്മയ്ക്ക് എന്താ ഇത്ര സമാധാനക്കേട്? എടി ഇതാ പറയുന്നേ, നിനക്ക് വിവരമില്ലെന്ന്. ഇപ്പൊ ആ തറവാടേ രമേശിന് മാത്രമായിട്ട് കിട്ടിയില്ലേ? അവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇളയവനാ തറവാട്ടിൽ അവകാശം വരിക. എന്റെ അമ്മയെ ഒന്ന് നിർത്താവോ? ഒരിക്കൽ അമ്മയുടെ വാക്കം കേട്ട് ഇറങ്ങിയിട്ട് അവസാനം ഞാനും രമേശേട്ടനും ഒറ്റക്കായി. ഒടുവിൽ സേതുവേട്ടനും ഇളയച്ചനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, അവളുടെ ഒരു ചേതുവേട്ടനും ഇളയച്ചനും. അവൻ അവന്റെ കാര്യം നോക്കി നിന്നാ നിനക്ക് കൊള്ളാം. നീ അമ്മയോട് പറഞ്ഞിട്ടേ ആ തറവാട് രമേശന്റെ പേരിലേക്ക് എഴുതാൻ പറ. ഇനിയിപ്പൊ അമ്മയെ നോക്കേണ്ടത് രമേശന് നീയും കൂടിയല്ലേ? അമ്മയുടെ ഉപദേശം പിടിക്കാത്ത മട്ടിൽ ദേവി മുഖം വെട്ടിത്തിരിച്ചു. ഡി മോളെ, താൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായതും വിലാസിനി സ്വരം മാറ്റി. നീ നമ്മുടെ രവിയുടെ കാര്യം ആ റോസിനോട് സംസാരിച്ചായിരുന്നോ? എനിക്കെങ്ങും വയ്യ. ദേവി മുഖം ചുളിച്ചു. അങ്ങനെ പറയല്ലേ മോളെ. അവന് നമ്മളല്ലാണ്ട് വേറെ ആരാ ഉള്ളേ? ഇടക്കൊക്കെ കിട്ടുന്ന മേളങ്ങൾക്ക് പോയിട്ട് കുടുംബം പുലർത്താൻ പറ്റുമോ? റോസിന് പട്ടണത്തില് കടയും ഫാക്ടറിയും ഒക്കെ ഉള്ളതല്ലേ. അവളോട് പറഞ്ഞാല് അവൻ എന്തേലും ഒരു ജോലി തരവായില്ലേ? അമ്മ, രമേശേട്ടനും രവിയേട്ടനും തമ്മിലുള്ള പ്രശ്നമൊക്കെ റോസിനും അറിയാം. കാര്യം കടയും ഫാക്ടറിയും ഒക്കെ അവളുടേതാന്നേലും സേതുവേട്ടനോട് ചോദിക്കാതെ അവൾ ഒന്നും ചെയ്യത്തില്ല. നീ ഒന്ന് തരം കിട്ടും പോലെ പറഞ്ഞു നോക്ക്. സങ്കടം കേട്ടാ മനസ്സലിയുന്ന ഒരു സ്വഭാവമല്ലേ അവളുടേത്. അതൊക്കെയാ. അതുപോലെ തന്നെ അവൾക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിക്കുന്നവരുണ്ടല്ലോ, ഇല്ലാതാക്കാനും മടിയില്ലാത്തവളാ. നീ ഇത് എന്തോന്നൊക്കെയാ പറയുന്നേ ദേവി? അതെ അമ്മേ, അന്നൊരിക്കൽ ആ കാശിയപ്പനെ കുത്തിയവന്മാരെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചവളാ അവള്. എന്റെ തേവരെ! വിലാസിനി നെഞ്ചത്ത് കൈവച്ചു. കാലത്ത് ഇവിടെ കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരുന്ന ആ റോസിനെ പറ്റി തന്നെയാന്നോ നീ പറയുന്നേ? ആ റോസ് തന്നെയാ ഈ റോസും. അന്ന് കരക്കാരും അറിയാതെ ഒതുക്കി തീർത്തതല്ലേ ആ സംഭവം. രമേശ് ഏട്ടനോട് കാണിച്ച പോലെ ഏട്ടൻ അവിടെ പോയി കാണിച്ച ഒടുക്ക ഏട്ടനെ ഓർത്ത് കരയേണ്ടി വരും. ആ പുതുശ്ശേരിക്കാരാ അന്നേ ഇവള് പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞ അവര് കൊന്നുകൊണ്ടുവരും. ഓ, എന്റെ മോളെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ, ജീവനോടെ ഉണ്ടാകുമല്ലോ, അത് മതി. അതാ പറഞ്ഞ്. അപ്പോഴേക്കും ഉണർന്ന് ചിണുങ്ങാൻ തുടങ്ങിയ കുഞ്ഞിന്റെ നേർക്കായി ദേവിയുടെ ശ്രദ്ധ. വൈകുന്നേരം റിസപ്ഷന് വേണ്ടി പുതുശ്ശേരിയിലേക്ക് പുറപ്പെട്ടത് 6 കാറുകളും 30 പേര് വീതം കയറുന്ന 2 ബസ്സുകളുമായിരുന്നു. ഭാര്യയിടത്തുമായി അടുത്ത് പെരുമാറുന്ന കുടുംബക്കാരെ മുഴുവൻ പാർട്ടിക്കും വിളിക്കണമെന്ന് പുതുശ്ശേരിക്കാര് പറഞ്ഞേൽപ്പിച്ചിരുന്നത് കൊണ്ടാണ് അത്രയും പേര് വിളിച്ചിരുന്നത്. ഭാര്യയിടത്തെ പ്രീമിയർ പത്മിനിയിൽ അർജുനും നക്ഷത്രയും, കൗമുദിയുടെ അനിയന്റെ ഭാര്യയായ സാവിത്രിയും, ചെറിയമ്മായിയും നക്ഷത്രയുടെ അമ്മയായ സുശീലയും.
റോസിന്റെ കാറിൽ സേതുവും റോസും കൗമുദി വല്യമ്മയുടെ അനിയനായ ദിനകരനും നക്ഷത്രയുടെ അച്ഛൻ ശ്രീധരനും കയറി. തിരുവോത്തെ കാറിൽ പ്രദീപും ശ്രീമോളും മിനിയും കാർത്തികേയനും. മാണിക്കലെ കാറിൽ പ്രവീണും യാമിയും യാമിയുടെ അമ്മയും അച്ഛനും അനിയനും. ദേവിയുടെ ചേട്ടൻ രവീന്ദ്രന്റെ ഭാര്യയായ നളിനിയും മോനും അവരുടെ കാറിൽ കയറി. പണിക്കശ്ശേരിയിലെ കാറിൽ നാരായണമേനോനും അമ്മ ദേവകിയും റിജുവും മൈഥിലിയും. പിന്നൊരു കാറിൽ സ്റ്റെല്ല കുഞ്ഞമ്മയും കുഞ്ഞാച്ചനും ജെസിയും. 2 ബസ്സുകളിൽ ഒന്ന് ഭാസ്കരന്റെ നേതൃത്വത്തിലുള്ള കള്ളും വണ്ടിയായിരുന്നു. ആന്റോ ചേട്ടനും പിള്ളേരും കാശിയപ്പനും പാപ്പുവാശാനും ബെന്നിയും ഔസേപ്പ് ചേട്ടനും കേശവൻ ചേട്ടനും എല്ലാം ആ വണ്ടിയിൽ കയറി. കൂട്ടത്തിൽ പണിക്കശ്ശേരിയിലെ ആശ്രിതനായ രാമചന്ദ്രനും മകൻ അരുണും ദേവിയുടെ ചേട്ടൻ രവീന്ദ്രന്മാരും നക്ഷത്രയുടെ ചേട്ടൻ നവീനും ബാക്കി കുറച്ച് ചെറുപ്പക്കാരും കൂടി ആട്ടവും പാട്ടും ആരവും ഒക്കെയായി ആ വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോ റഹ്മാനിക്കയും കുടുംബവും ശങ്കരന്മാരോടും ചെറിയമ്മാവരോടുമൊപ്പം മറ്റേ ബസ്സിൽ കയറി. ആദ്യത്തെ ബസ്സിൽ കയറിയിരുന്നവരുടെ കുടുംബങ്ങളും രണ്ടാമത്തെ ബസ്സിലാണ് സ്ഥാനം പിടിച്ചത്. പുതുശ്ശേരിയിലേക്ക് അവർ എത്തുമ്പോഴേക്കും അവിടെ റിസപ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വയലറ്റും ഓഫ് വൈറ്റും ചേർന്ന മനോഹരമായ ധാവണിയിൽ അതിമനോഹരിയായി വൃശ്ചിക രഘുനന്ദനോടൊപ്പം സ്റ്റേജിൽ നിൽപ്പുണ്ടായിരുന്നു. വയലറ്റ് കളറുള്ള ജുബയും ഓഫ് വൈറ്റ് മുണ്ടുമെടുത്ത് രഘുവും അവൾക്കൊപ്പം ചേർന്ന് നിന്നു. ചെന്നിറങ്ങിയതോടെ പുതുശ്ശേരിക്കാർ കുടുംബമായി വന്ന് വാര്യടത്തു നിന്നും വന്നവരെ സ്വീകരിച്ചു. പെണ്ണുങ്ങളെല്ലാം വൃശ്ചികയെ പൊതിഞ്ഞു. കള്ളും വണ്ടിയിൽ നിന്നും ഇറങ്ങിയവരിൽ പലരും നേരിയ ആട്ടത്തോടെ ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തേക്ക് നടന്നു. അതെ, പുറത്തുപോയി ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിലേ ഇപ്പോ ആകാം കേട്ടോ. ഇപ്പോ തന്നെ ആകാശം മൂടിക്കെട്ടിയാ നിൽക്കുന്നേ. ഇടവപ്പാതിയിൽ പെയ്തൊഴിയാത്ത മഴയുടെ ലക്ഷണം മിഥുനത്തിലെ സായാഹ്നത്തിലും ആകാശത്ത് കണ്ട ഫോട്ടോഗ്രാഫർ പറഞ്ഞത് കേട്ട് ചെറുക്കനെയും പെണ്ണിനെയും പുഴയോരത്തെ പാടത്തേക്ക് കൊണ്ടുപോകാൻ വണ്ടി തയ്യാറായി. അവർക്കൊപ്പം കൂട്ടായി യാമിയും പ്രവീണും അർജുനും നക്ഷത്രയും പ്രദീപും ശ്രീമോളും മറ്റൊരു വണ്ടിയിൽ കയറിയപ്പോ നിവിനോടും പുതുശ്ശേരിയിലെ വലിയമ്മാവനോടും സംസാരിച്ചു നിന്ന സേതുവിനെ റോസും പൊക്കി മൂന്നാമതൊരു വണ്ടിയിൽ കയറ്റി. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എവിടെ നിന്ന് ഓടിയെത്തിയ ശിവനും ജെസിയും ആ വണ്ടിയിൽ തന്നെ ചാടിക്കയറി. പാടവരമ്പത്ത് നിന്ന് തെങ്ങിൽ ചേരിയും കെട്ടിപ്പിടിച്ചും വരമ്പത്ത് ഇരുന്നുമൊക്കെ ചെറുക്കനും പെണ്ണും ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അത് കണ്ട് കൊതി കയറിയ ബാക്കി യുവബന്ധനങ്ങളും ഫോട്ടോയ്ക്കായി പോസ് ചെയ്തു. മറ്റൊരു തെങ്ങിൽ ചാരി ബാക്കിയുള്ളവർ ഫോട്ടോ എടുക്കുന്നതും കണ്ടുനിന്ന സേതുവിനെ റോസ് കൈക്ക് പിടിച്ചു വലിച്ചു. ഫോട്ടോ എടുക്കണോ? അവന്റെ ചോദ്യം കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. സ്വന്തം കല്യാണത്തിന്റെ അന്ന് വൈകിട്ടത്തെ റിസപ്ഷന് ശേഷം ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോ എന്തിനാ വെറുതെ കൂടുതൽ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിച്ച മുതല ഇപ്പൊ ഫോട്ടോ എടുക്കണമെന്ന സമ്മതവാദത്തിൽ ചോദിക്കുന്നത്. അവൾ തലയാട്ടിയപ്പോ അവൻ അവളെയും വിളിച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിന്റെ അടുത്തേക്ക് നടന്നു. അവിടെ പ്രവീണും പ്രദീപും അർജുനും ശിവനും ഒക്കെ തങ്ങളുടെ പെൺപിള്ളേരെയും കൊണ്ട് പല പോസുകളിലും ഫോട്ടോ എടുക്കുന്ന മത്സരത്തിലാണ്. രഘുവും വൃശ്ചികയും ഇതിപ്പോ തങ്ങളുടെ കല്യാണമാണോ അതോ ഇവറ്റകളുടെ കല്യാണമാണോ എന്ന സംശയത്തോടെ നിൽക്കുന്നു. അതിനിടയിലേക്കാണ് സേതുവും റോസും ചെന്ന് കയറിയത്. ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞു കൊടുത്ത പോസുകളിൽ പലതും റോസ് കയ്യിന്നിട്ട് കൊഴുപ്പിക്കുക കൂടി ചെയ്യുന്നതിനിടയിലാണ് അകലെ നിന്നും പെയ്തു വരുന്ന മഴയുടെ ആരവം കേട്ടത്. റോസ് കാതോർത്തു. ഓടിവരുന്ന കുട്ടികളുടെ ആരവം പോലെ മഴ അകലെ നിന്നും പെയ്തു വരുന്നത് കേൾക്കാൻ അവൾക്ക് ഇഷ്ടമാണ്. ഭൂമിയെ തലോടി നനച്ചുകൊണ്ട് മഴ ഓടിയെത്തി. വരമ്പിന്റെ ഇരുവശത്തുമുള്ള പാടങ്ങളിൽ നിന്നും തവളകൾ പോക്രോം പോക്രോം എന്ന് കരഞ്ഞും കൊണ്ട് മഴയെ വരവേറ്റു. മഴ പെയ്യുമെന്ന് തോന്നിയിട്ടും കുടയെടുക്കാൻ ഓർക്കാതിരുന്ന അശ്രദ്ധയെ ശപിച്ചും കൊണ്ട് ഫോട്ടോഗ്രാഫർമാർ പാടത്തിന്റെ അങ്ങേക്കരയിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് നേരെ ഓടി. തങ്ങൾ ഓടിയാലും ധാവണിയും സാരിയും ആഭരണങ്ങളും ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പെൺപിള്ളേർക്ക് ഓടിയെത്താനാകില്ലെന്നറിയാമായിരുന്ന രഘുവാണ് ആദ്യം പാടവരമ്പത്ത് നിന്നും വലിയൊരു ചേമ്പില പൊട്ടിച്ചെടുത്ത് വൃശ്ചികയെ ചൂടിച്ചത്. അതോടെ ബാക്കിയുള്ളവരും ചേമ്പിലകൾ പറിച്ചെടുത്തങ്ങ് ചൂടി. സേതു 2 ചേമ്പിലകൾ പറിച്ചെടുത്തിരുന്നെങ്കിലും റോസ് അത് ഗവനിക്കാതെ അവൻ പിടിച്ചിരുന്ന ചേമ്പിലക്കടിയിലേക്ക് കയറി അവനെ അങ്ങ് വട്ടം ചുറ്റിപ്പിടിച്ചു. അവനും കൈ ഉയർത്തി അവളുടെ തോളിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. കുലം കുത്തി പെയ്യുന്ന മഴയിൽ സേതുവിനൊപ്പം ആ ഇലയുടെ കീഴിൽ പാതിമുക്കാലും നനഞ്ഞു നടക്കുമ്പോൾ അവന്റെ ശരീരത്തിലെ ചെറു ചൂട് അവളുടെ ശരീരത്തിലേക്ക് പടർന്ന് തണുപ്പകറ്റി. നനഞ്ഞു കുളിച്ചു ചെന്നവരൊക്കെ ഒടുവിൽ വൃശ്ചികയുടെയും ലക്ഷ്മിയുടെയും രഘുവിന്റെയും ശിവന്റെയും വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ടിട്ടാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നപ്പോ എനിക്കുണ്ടായ വേദന അവളും അനുഭവിക്കണം സേവിച്ച. കരിമ്പനക്കാട്ടെ സേവിച്ചന്റെ മുറിയിൽ വിൽസനും സേവിച്ചനും സ്റ്റീഫനും ഒപ്പം മദ്യപിക്കുന്നതിനിടയിൽ പ്രജിത്ത് പുലമ്പി. ഗ്ലാസുകളിൽ നിറച്ചു വെച്ചിരുന്ന മദ്യത്തിലേക്ക് ഒഴിച്ച സോഡ അവന്റെ മനസ്സിലെ പക പോലെ പതഞ്ഞുയർന്നു. സേവിച്ചനെ നോക്കി കണ്ണിറുക്കിയിട്ട് വിൽസൺ നിറച്ചു വെച്ചിരുന്ന ഗ്ലാസുകളിൽ നിന്നും ഒരെണ്ണം എടുത്ത് പ്രജിത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അവളെ മാത്രമല്ലടാ അവനെ മൂട്ടാൻ നമുക്ക്. തൽക്കാലം നീ തങ്ങ് പിടിപ്പിക്കേ. വിൽസൺ നീട്ടിയ ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തിട്ട് അവൻ ആ ഗ്ലാസ് ശക്തിയോടെ ടീപ്പോയിലേക്ക് വെച്ചു. എങ്ങനെ? നിങ്ങളും കുറെയൊക്കെ ശ്രമിച്ചതല്ലേ?
എന്നിട്ട് എന്തായി? അതുപോലെ അല്ല പ്രജിത്തെ ഇനി നമ്മൾ ശ്രമിക്കാൻ പോകുന്നേ. അത്രയും നേരം നിശബ്ദനായിരുന്ന സ്റ്റീഫൻ പറഞ്ഞത് പ്രജിത്ത് ശ്രദ്ധയോടെ കേട്ടു. അച്ചായം പറ, ഞാൻ കേൾക്കാം. അവളെ തറപറ്റിക്കാനേ ഞാൻ എന്തും ചെയ്യും. ഏത് നെറികെട്ട കളിയും കളിക്കാം. ആ സേതു ബോംബെയിൽ വെച്ച് എന്തൊക്കെയോ തരികട പരിപാടികൾ ചെയ്തിട്ടുണ്ടെന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. അവന്റെ ഗ്ലാസ് വീണ്ടും നിറച്ചുകൊണ്ട് വിൽസൺ പറഞ്ഞു. പക്ഷെ എന്താണതെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങേരിനി വല്ല അതോ ലോകത്തിലായിരുന്നു അവിടെ വെച്ച്? അറിയില്ല, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കും. ആ, അങ്ങേരെന്ത് പണ്ടാനായിരുന്നല്ലോ. എനിക്കെന്താ, എനിക്ക് വേണ്ടത് അവളെയാ. അവള് കരയണം. സേതുവിന് പ്രശ്നമുണ്ടായ അവള് കരയില്ല പ്രജിത്തെ. അങ്ങനെ ചിന്തിക്കേ. അവളെ സ്നേഹിക്കുന്നവരെ ദ്രോഹിച്ചാലേ അവൾക്ക് വേദനിക്കൂ. എങ്കിലാ കാശി അപ്പൂപ്പനെ ആദ്യം അങ്ങ് തട്ടിക്കള. അയാളാ അവളുടെ ഗോഡ് ഫാദർ. ആ, നമുക്ക് ശരിയാക്കാം. താൻ ഇതുകൂടെ അങ്ങ് അടിക്കി. പ്രജിത്തിന്റെ സിരകളിൽ പകയുടെ നുരകൾ കയറ്റിവിട്ടും കൊണ്ട് വിൽസൺ വീണ്ടും ഗ്ലാസ് എടുത്ത് നീട്ടി. കൗമുദി ദേവിയോടൊപ്പം ആശുപത്രിയിലായിരുന്നത് കൊണ്ട് ചെറുക്കനെയും പെണ്ണിനെയും ഭാര്യയിടത്തേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങ് പിന്നീട് ഒരു ദിവസത്തേക്ക് നീട്ടിവെച്ചിരുന്നു. ഭാര്യയിടത്ത് നിന്നും വന്നവർ തിരികെ ഇറങ്ങാൻ നേരത്തും വൈകുന്നേരം തുടങ്ങിയ ആ മഴ ചെറുതായി പെയ്യുന്നുണ്ടായിരുന്നു. തിരികെയുള്ള യാത്രയിൽ അല്പനേരം പിന്നിട്ടതും റോസ് സേതുവിന്റെ തോളിലേക്ക് ചാരി മയക്കത്തിലായി. പുറകിലത്തെ സീറ്റിൽ സംസാരത്തിലായിരുന്ന ദിനകരന്റെയും ശ്രീധരന്റെയും ശബ്ദവും ക്രമേണ കേൾക്കാതായതോടെ സേതു മിററിൽ കൂടി അവരെ ഒന്ന് നോക്കി. കാറിന്റെ ഇരു ഡോറുകളിലേക്കും ചാരിയിരുന്ന് അവരും മയക്കത്തിലായി കഴിഞ്ഞിരുന്നു. തോളത്ത് മുഖം ചേർത്തിരുന്നവൾ മയക്കത്തിലൊന്ന് ഞെരങ്ങി അവന്റെ തോളിൽ മുഖമിട്ടുരച്ചു. പുറകിലേക്ക് അല്പം മാറി അവൻ അവളുടെ മുഖം താങ്ങിപ്പിടിച്ച് അവളെ തന്റെ മടിയിലേക്ക് കിടത്തി. അതോടെ കാലും ചുരുട്ടി സീറ്റിലേക്ക് എടുത്തു വെച്ചിട്ട് അവൾ അവന്റെ മടിയിലേക്ക് സ്വസ്ഥമായിട്ടങ്ങ് കിടന്നു. ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ തന്റെ മടിയിൽ കിടന്നുറങ്ങുന്നവളെ നോക്കിയപ്പോ അവന്റെ മനസ്സിൽ വാത്സല്യം തിരയിളകി. അവളുടെ മുഖത്തേക്ക് വീണ് കിടന്നിരുന്ന മുടിയിഴകളെ ഇടത്ത് കൈകൊണ്ട് മാടി ഒതുക്കിയിട്ട് അവനൊരു കാസറ്റ് എടുത്ത് വണ്ടിയുടെ കാസറ്റ് പ്ലെയറിലേക്ക് ഇട്ടിട്ട് ഓൺ ചെയ്തു. പുഴ എന്ന സിനിമയിലെ പ്രണയഗാനം കാസറ്റ് പ്ലെയറിൽ നിന്നും പുറത്തേക്കൊഴുകി. പാട്ടിന്റെ ആ അവസാന വരിയിൽ മടിയിൽ കിടന്നിരുന്നവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞത് അവൻ കണ്ടില്ല. ഉയർത്തിവെച്ച കാറിന്റെ ചില്ലുജാലകങ്ങളിൽ അപ്പോഴും മഴത്തുള്ളികൾ മുത്തമിട്ടൊഴുകുകയായിരുന്നു. തുടരും. താളത്തിന്റെ അടുത്ത ഭാഗം ഇനി അടുത്ത ബുധനാഴ്ചയെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്രതീക്ഷിതമായിട്ടൊരു ഹോസ്പിറ്റൽ കേസ് വന്നതുകൊണ്ട് 2-3 ദിവസം ഹോസ്പിറ്റലായിരിക്കും. എല്ലാവരും സഹകരിക്കുമല്ലോ അല്ലേ? കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു. See you soon.